സഹായത്തിന് 3 തലങ്ങളാണ് ഉലമാ പറയുന്നത്. ഒന്ന് അൽ ഔനു ബിൽ മാലി, സാമ്പത്തിക സഹായം. മറ്റൊന്ന് അൽ ഔനു ബിൽ ജസദി, ശാരീരിക സഹായങ്ങൾ. മൂന്നാമത്തത് അൽ ഔനു ബിൽ കലാമി, സംസാരം കൊണ്ടുണ്ടാകുന്ന, നമ്മുടെ വാക്കുകൊണ്ടോ അതല്ലെങ്കിൽ നമ്മളുടെ മെസ്സേജ് കൊണ്ടോ ഒരു എഴുത്ത് കൊണ്ടോ ഉണ്ടാകുന്ന സഹായങ്ങൾ. ഇങ്ങനെ 3 തലങ്ങളാണ് സഹായത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഉലമാ പറയുന്നത്. അൽ ഔനു ബിൽ മാൽ, സാമ്പത്തിക സഹായം എന്നതുകൊണ്ട് സാമ്പത്തിക സഹായത്തിൻ്റെ കാറ്റഗറിയിൽ ഒരുപാട് കവാടങ്ങൾ വേറെയും അല്ലാഹു തആല തുറന്നു വെച്ചിട്ടുണ്ട്. ഒരുപാട് മാർഗങ്ങൾ വേറെയും അല്ലാഹു തആല പറഞ്ഞു തരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സക്കാത്ത്. നമുക്കറിയാം, നിർബന്ധമാണത്. ആ സക്കാത്ത് പരിശുദ്ധ ഖുർആനിൽ 8 വിഭാഗത്തെ പറ്റിയിട്ട് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ആ 8 പെട്ട ആർക്കെങ്കിലേ അത് കൊടുക്കാൻ പാടുള്ളൂ. എല്ലാവർക്കും അത് വിതരണം ചെയ്യാൻ പാടില്ല. ആ 8 ആൾക്കാർ സൂറത്ത് തൗബയുടെ 60-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. ഞാൻ ചുരുക്കി അങ്ങോട്ട് പറയാം. ദരിദ്രനാണ്, അതുപോലെ പാവപ്പെട്ടവനാണ്, മനസ്സ് ഇസ്ലാമുമായി ഇണങ്ങിയവനാണ്, അതുപോലെ അടിമ മോചനത്തിൻ്റെ കാര്യത്തിലാണ്, കടം കൊണ്ട് പ്രയാസപ്പെടുന്നവനാണ്, അതുപോലെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്കാണ് മറ്റൊന്ന്, പ്രയാസം അനുഭവിക്കുന്ന ഒരു യാത്രക്കാരൻ അയാളാണ്, അതുപോലെ ബൈത്തുൽ മാലിലും മറ്റും സക്കാത്ത് പിരിക്കാൻ നിശ്ചയിക്കപ്പെടുന്ന സക്കാത്തിൻ്റെ ജീവനക്കാരനാണ്. ഇങ്ങനെ 8 കൂട്ടരെയാണ് അല്ലാഹു തആല പറയുന്നത്. അവർക്കാണ്